ഹലോ, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ ഒരു വ്ളോഗ്. ഇത് എന്ത് വ്ളോഗാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. ഒരു നൈറ്റ് ഔട്ടിംഗ് ആണ്, നടക്കാറെങ്ങനെയാണ് വീഡിയോ. എന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അത്ര അടിപൊളിയാവാൻ ചാൻസ് ഇല്ല. ഇന്നും ഞങ്ങൾ ട്രൈപോഡ് എടുക്കാൻ മറന്നു. ഡെയിലി നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. അത് കാരണം ഞങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് വ്യൂവേഴ്സും ഒക്കെ ഉള്ളൊരു ചാനലായതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല, നിങ്ങളുടെ സപ്പോർട്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏതോ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരുമാതിരി 2 കിലോമീറ്റേഴ്സിന്റെ അടുത്ത് ഞങ്ങൾ നടന്നു. ഓൾമോസ്റ്റ് റീച്ച് ആയപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം എനിക്ക് ഓർമ്മ. കാരണം നിങ്ങൾക്ക് ഞങ്ങളെ മിസ് ചെയ്യല്ലോ നമ്മുടെ വീഡിയോസ് കണ്ടില്ലെങ്കിൽ. ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി കൈ വേദനിക്കുന്നു, എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാം. മുറബ ഹിസ്റ്റോറിക്കൽ പാലസ് ആട്ടോ. ഇവിടെ കുറച്ചും കൂടെ ഒരു നല്ല രീതിയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ കുറച്ച് ആർക്കിടെക്ചറൽ വർക്ക്സ് കാണിക്കണമെങ്കിൽ എനിക്ക് കണ്ടിട്ടത് നമ്മള് ഇത് മെട്രോ സ്റ്റേഷനാണത്. അല്ലല്ലോ, അവിടെ എഴുതിയിട്ടുണ്ട് മെട്രോയിൽ വന്നാൽ മതിയായിരുന്നു ഗൈസ്. നാഷണൽ മ്യൂസിയം സ്റ്റേഷൻ, അത് മെട്രോ ആ. നാഷണൽ മ്യൂസിയം. സോ ഞങ്ങൾ ഇത്രയും നടന്ന് വേസ്റ്റ്. വേറെ 2 സ്റ്റോപ്പ് കൊണ്ട് നാഷണൽ മ്യൂസിയം മുറബേന്നെത്തി. പ്രശ്നമില്ല, നല്ലതാണെന്നാണ് ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നാഷണൽ മ്യൂസിയം ലൈബ്രറി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ സ്ഥലം ഒന്ന് മാറ്റിപ്പിക്കാം. അല്ല, ആദ്യം പാർക്ക് കയറി നോക്കാല്ലേ. എന്തൊക്കെയോ കാണുന്നില്ല, അതെന്താ സംഭവം? കണ്ടിട്ടെന്താ തോന്നുന്നു. തിരിച്ചു കാണിച്ചില്ല, ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു. അങ്ങനെ കാണിക്കണം. ഈ കാണുന്ന സാധനം, ആ കാണുന്ന സാധനം, ഈ കാണുന്ന ആ കാണുന്ന സാധനം കാണിക്കില്ല. എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതാണ് ലോകം. ഓ, എന്നും കാണിക്കുന്ന ഈ ഏരിയ പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ല. അത് പുതിയ ഏരിയ ആണ്, കാരണം ഞാൻ ഫസ്റ്റ് ആണ്. നമുക്ക് ആദ്യം പാർക്ക് പോവാം. അത് കഴിഞ്ഞ് നമുക്ക് മ്യൂസിയം, നാഷണൽ മ്യൂസിയം തപ്പിയിട്ട് പോവാം. നാഷണൽ ലൈബ്രറി സ്റ്റേഷനാണ്, മ്യൂസിയം അല്ല. നാഷണൽ മ്യൂസിയം സ്റ്റേഷൻ ആണോ അവിടെ എഴുതിയുണ്ട്. പൈസ കൊടുക്കേണ്ടി വരും. സോ നമുക്ക് മ്യൂസിയത്തിൽ പൈസ കൊടുക്കണം. മ്യൂസിയത്തിൽ ഞാൻ ഒരു പ്രാവശ്യം നോക്കിയായിരുന്നു, പൈസ കൊടുക്കണം. പക്ഷെ പാർക്ക് അതാണല്ലോ പാർക്ക് കാണിക്കുന്നത്. അപ്പൊ നമുക്കിന്ന് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ എന്തായാലും ഇങ്ങനെ പോയാൽ അത് കുറച്ച് നല്ലൊരു ഏരിയ പോലെ തോന്നുന്നുണ്ട്. ഭയങ്കര ഇതാണ്. പക്ഷെ ട്രൈപോഡ് എടുത്താൽ മതിയായിരുന്നു, അവരുടെ നൈസായി വീഡിയോ എടുക്കുക. പക്ഷെ ഞങ്ങളല്ലെങ്കിലും ഒന്നും അങ്ങനെ പ്രെഡിക്റ്റഡ് അല്ല. വെറുതെ ഇറങ്ങിയതല്ല, വെറുതെ ഇറങ്ങി. അതെ, ബോറടിച്ചു. വെക്കേഷൻ കഴിയാനായി. സോ വി ആർ about to go for work. Turn right onto King Faisal Road. സംഭവം റൂമിലിരിക്കുക എന്ന് പറഞ്ഞാൽ ബോറിംഗ് ആണ്, എന്നാൽ ഓഫീസിൽ പോകാൻ ഇഷ്ടമല്ല. വല്ലാത്തൊരു ലൈഫാണ്. ഓഫീസിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഡെയിലി വർക്ക് ചെയ്യണം. നമുക്ക് വീഡിയോസ് എടുത്ത് നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല, മാക്സിമം ട്രൈ ചെയ്യാം. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഞങ്ങൾ 8 മണിക്ക് ഓഫീസിൽ പോകണം ഗൈസ്. 8 മണിക്ക് പോയിട്ട് 6 മണിക്ക് ഇറങ്ങാൻ പറ്റി 10 മണിക്കൂർ. നിങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾ ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ലല്ലോ. പോയില്ലേ പുറത്തുനിന്ന് കാണുന്നവർക്ക് അടിപൊളിയാണ്. റീൽസ് സ്റ്റോറീസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ അടിപൊളിയാണ്. അല്ല, കോയിൻ 2 വശങ്ങളുണ്ട് ഗൈസ്. ഇതേ കാണുന്നില്ല. വോയിസ് കേൾക്കുന്നുണ്ടല്ലോ, അത് ധാരാളം. പാർക്ക് അടിപൊളിയാണ്, പക്ഷേ എൻട്രി എൻട്രി ഫീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇതിങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചിട്ടുണ്ട്. ക്രോസ് ചെയ്ത് നോക്കാം. വരെ എത്തിയില്ലേ. വീഡിയോ ഭയങ്കരമായിട്ട് ഷേക്ക് ആവും ഗൈസ്. ട്രൈപോഡ് എടുത്തിട്ടില്ല, വലിയ കത്ത് വാങ്ങിച്ച് അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ, അതാണ് എൻ്റെ സങ്കടം. ഞാൻ പാർക്ക് കാണിച്ചു തരാം. വെറുതെ ഞാൻ വീഡിയോ കട്ട് ചെയ്തില്ല. കാണാൻ
കാണാൻ പറ്റില്ലല്ലേ? കാണിക്കാട്ടോ. അകത്ത് കയറിയിട്ട് ലൈറ്റ് ഞങ്ങൾ ഈ പറഞ്ഞ എന്തെങ്കിലും അൽവദൻ പാർക്ക് അവിടെ ഞങ്ങൾ എത്തി. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കയറാൻ എൻട്രി ഫീ ഉണ്ട്. അത് എത്ര അറിയോ? 20 റിയാൽസ്. 20 റിയാൽസ് വെച്ചിട്ട് ഇതിനുള്ളിൽ ചുമ്മാ കയറി ഇറങ്ങാൻ അതിന് മാത്രം വിളിച്ചല്ല ഞങ്ങൾ. അത് മാത്രമല്ല 20 റിയാൽസിന് മന്തി കിട്ടും. അത് വേറൊരു സത്യം. അന്നപ്പം എന്താ ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. അതെ, കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ റൈഡ്സിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. ഇതാകുമ്പോൾ 20 റിയാൽസിന് കയറി സെപ്പറേറ്റ് 60 റിയാൽസ് എന്ന് കൊടുക്കുന്നത്. 60 എന്ന് പറഞ്ഞാൽ 60 × 20 24. നാട്ടിലെത്ര പൈസയാണ്? നല്ല പൈസ. കുറച്ച് കൂടുതലാണ്. 20 റിയാൽസിന് 10 റിയാൽസ് ആണെങ്കിൽ ഞങ്ങൾ കയറിയാണ്. 20, 20, 40 റിയാൽസ് രണ്ടുപേർക്ക് ടാസ്ക്. ആലോചിക്കാൻ പോലും വയ്യ. നെഞ്ചത്തുനിന്നൊരു വേദന. അതെ, അതിങ്ങനെ കണ്ടിട്ട് എനിക്ക് കയറണമെന്നുണ്ട്. പക്ഷെ എന്താണ് അതിൻ്റെ അകത്ത് കറക്റ്റ് ഉള്ളതെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇവർക്ക് കുറച്ച് പേർക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ. അത് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അറബി പഠിക്കണം, അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പം ഞങ്ങൾ മിക്കവാറും കയറുണ്ടാവില്ല ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഭാഗ്യമില്ല അതിനുള്ളിൽ കാണാൻ. അല്ലെങ്കിൽ അത് കാണിച്ചാനേ. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കണ്ടുപോകും. അതൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എന്തായാലും ഇതൊരു ചിൽഡ്രൻസ് പാർക്കാണ്. നമുക്ക് മറ്റൊരായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇനി അങ്ങനെ പറയാം. കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നതാണല്ലോ. പക്ഷേ ഇതിപ്പോൾ ഈദ് വെക്കേഷൻ ആയതുകൊണ്ടാണോ ഇത്രയും ആയതെന്നൊരു ഡൗട്ടുണ്ട്. 20 റിയാൽസ്. വേറെ ഏതെങ്കിലും പാർക്ക് കാണിച്ചെന്ന് പറയും. കാണിച്ചു തരാം. അപ്പോൾ എന്നാൽ ഞങ്ങൾ കയറില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ബാക്കിയിട്ടിടാം. അല്ലെങ്കിൽ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോവല്ല, വേറൊരു പാർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ക്രിയേറ്റ് പിന്നെ ഒരു മൂഞ്ചി അവസ്ഥ ആയതുകൊണ്ട് എന്താ പറയാൻ പറ്റില്ല. പാർക്കിൽ കണ്ടോ പിള്ളേർ എന്റർടൈൻ ചെയ്യുന്നു. അതെ, കുറച്ചുകൂടി ഒന്ന് ചിൽഡ്രൻസ് പാർക്കാ. നമ്മള് ചിൽഡ്രൻസ് അല്ലല്ലോ, നമ്മള് മെച്യൂർഡ് ആണല്ലോ, ഓവർ 18 ആണല്ലോ. ഞങ്ങൾ വന്നിട്ടല്ലേ, കുറച്ചൊന്ന് റിച്ച് ആയിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ പാർക്കിലൊക്കെ നിങ്ങളെ കാണിക്കാം, കൊണ്ടുപോയി കാണിക്കാനൊക്കെ. അതായത് ഈ കൊല്ലം നടക്കില്ലെന്നാണ് ഇത് പറയുന്നത്. ഇത് ഒരിക്കലും നടക്കില്ല. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് പാർക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. 240 meters എന്നാണ് ഫിദ പറയുന്നത്. പിന്നെ ഫിദേൻ്റെ ഐഡിയ ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല, എന്തും സംഭവിക്കാം. എന്നിട്ട് ഇതിന് എന്തുണ്ടായി വെച്ചാൽ നമ്മൾ അവിടെ എത്തി, അയാള് ടിക്കറ്റൊക്കെ പറഞ്ഞിട്ടോ. അന്ന് വേണ്ടി ഇരുന്ന് ഗൂഗിൾ നോക്കിയിട്ട് പറയാ, ആ ശരിയാ 20 റിയാലുണ്ട്. ഇവളൊക്കെ തല അടിച്ച് പൊട്ടിക്കണ്ടേ. നല്ല ക്യൂ ഉണ്ടല്ലോ അല്ലേ. ഇതൊക്കെ കയറാൻ ഇത്രയും ആൾക്കാരോ? ഇതിനൊരു കാര്യമുണ്ട്, ഫുൾ അറബ്സിൻ്റെ ഇതാണ്, അതുകൊണ്ടായിരിക്കാം. ഇവിടെയൊക്കെ അവർ ജനിച്ചു വളർന്ന സ്ഥലങ്ങളല്ലേ. ആ, ഞാനൊരു സാധനം കാണിച്ചുതരാം ഗൈസ്. ഒളിഞ്ഞുകൊണ്ടും പീക്കുന്ന കേട്ടോ, അതാണ് ദീപൾ. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് പൈസ. ആ കമ്പീനുള്ളിൽ കൂടെ കൈ വെച്ചിട്ട് ഫോട്ടോ വീഡിയോസ് എടുക്കും. പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ ഉള്ളില്. നല്ല എന്തൊക്കെ ഉണ്ട്. ആ കാറുണ്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടായിരുന്നു. മറ്റേ വെറുതെ ഉള്ള ഭാര്യൻ്റെ അകത്ത് അവള് കേറണ്ടേ. ആ വണ്ടർലാൻഡ് അത്രയൊന്നും ഇല്ല, പറയാൻ പറ്റില്ല, നമുക്ക് അകത്ത് കയറിയാലും മനസ്സിലാവും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, 20 റിയാൽസിന് ഇതിനുള്ളിൽ കയറിയിട്ട് ഇത് കാണുന്നതിലും നല്ലത് ഇത് കൂടെ കണ്ടിട്ട് അങ്ങ് പോയാൽ പോരെ. ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. കണ്ടോ, എല്ലാം കുഞ്ഞു കുട്ടികളാണ്, അവരുടെ ടൈം കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഗൈസ്, ഞങ്ങൾ കണ്ടുപിടിച്ച പാർക്ക് നിങ്ങൾക്ക് കാണിച്ചത് നാട്ടിലെ മറ്റേ തെങ്ങുംതോപ്പ് പോലെ ഉണ്ട്. ആണ് ഗൈസ് ഇത് കണ്ടുപിടിച്ചേക്കുന്ന പാർക്ക്. പനിയാണ്. തെങ്ങുംതോപ്പ്, ഇവിടെ പനത്തോപ്പ്.
ഇതാണ് ആ പാർക്ക്. ഒരു മനുഷ്യരില്ല, ഭാഗ്യത്തിന് ഒരു ഫാമിലി ഉണ്ട്. അവർ ഇത്രയും വഴി പോയതാണ്. അല്ല താഴേക്കാ. താഴേക്കാണോ? സോറി, എത്തിയിട്ടില്ല. എന്തൊക്കെയോ പറഞ്ഞു. ഒരു 20 മീറ്റർ കൂടി ഉണ്ട്. ഇത് താഴെ എന്തോ പാർക്ക് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പഠിക്കാം. ഒരു കവാടം തുറന്നെടുക്കുന്ന ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയുണ്ട്? മറ്റേ ഹൊറർ പാർക്ക് താനാണോ ആയിരിക്കും. കേറുന്നവർക്ക് ആദ്യം പേടിപ്പിച്ചിടാം. ആരും കേറുന്നില്ലല്ലോ. അതാ ഞാൻ ചോദിക്കുന്നത്. അമ്മേ, ഇനി വല്ല പുലിമാടോ ഒന്നും അറിയില്ല. ഇവിടെ നല്ല സിംഹം ഉണ്ടാവും കേട്ടോ. ഇതെന്താ ഇവിടെ നിന്ന് ആരും ഇല്ലാത്ത? ആർക്കറിയാം, ഒന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് എനിക്കൊരു സിംഹം വന്ന് കടിച്ചോണ്ട് പോവാ. വീഡിയോ ഇടാനുള്ള സമയം ഉണ്ടോന്ന് അറിയില്ല ഗൈസ്. ഇവിടെ നിന്ന് ആരുമില്ലല്ലോ. ചിലപ്പോ അവിടെ വലിയ വർക്ക് ഉണ്ടാവും. അവരോട് ചോദിച്ചു കയറണോ? ഒരു മനുഷ്യനെ കാണാനില്ല. ഭീകരത I can feel. You can feel? അവിടെ ആരുണ്ട്? I can also feel. So guys, this is the park we have found. ഞങ്ങൾ ഈ വീഡിയോ എടുത്തു വെക്കുന്നത് എന്താണെന്നറിയോ? ഇതിപ്പോ എന്തെങ്കിലും യൂട്യൂബിൽ ഇടാൻ വേണ്ടി മാത്രമല്ല, ഇതൊരു തെളിവും കൂടിയാണ്. അതെ. So overall this ഈ രണ്ടുപേർ is നമ്മുടെ നിഴലാണ്. it is good. I think in the morning. Oh my god, what is that? I don't know. Someone is there. എവിടെ? There. ഇതിന്റെ പിന്നിൽ. ഗേൾസ് ആണ്. Okay, then fine. ഇപ്പൊ കറക്റ്റ് ഞാൻ പറഞ്ഞ സംഭവം തന്നെയായി. ഡേറ്റിംഗ് പാർക്ക്. Yes. But പക്ഷെ ആൾക്കാരുണ്ട് കേട്ടോ, കാരണം ലൈറ്റ് ഇല്ലാത്തൊരു ഏരിയ ആണ്. ഇത് എനിക്ക് തോന്നുന്നു മോർണിംഗ് ആയിരിക്കും കുറച്ചുകൂടി അടിപൊളി. ഇപ്പൊ ചെറിയ ചെറിയ ലൈറ്റിങ്സേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്തൊക്കെയോ സ്ട്രക്ചേഴ്സും ഒക്കെ കാണുന്നുണ്ട്. ഐ തിങ്ക് ഇതൊരു പാർക്കാണ്. ഇതാണ് ഇവള് പറഞ്ഞ സ്ട്രക്ചർ. മോർണിംഗ് വന്ന ആരൊക്കെയോ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും പോയിട്ടില്ല. എവിടെ കാണുന്നുണ്ട്. ആൾക്കാരുണ്ട് കേട്ടോ, നമ്മള് കാണാനില്ല. നിങ്ങക്ക് കാണണോ? കാണിച്ചുതരാം. അവിടെ കണ്ടോ ആൾക്കാരെ? ഇങ്ങനെയാണ് ഇവിടെ ആൾക്കാർ. ഇവിടെയും ആൾക്കാരുണ്ട്. ഫ്രീ എൻട്രി പാർക്ക് ലുക്സ് ലൈക്ക്. ഫ്രീ ആയതുകൊണ്ട് ലൈറ്റ് ഇല്ല. അല്ല, ഇവിടെ പൊതുവെ ആൾക്കാർ കുറവാ. ഫ്രീ ആവുന്ന സ്ഥലത്ത് ഇവിടെ ആൾക്കാർ കുറവും. നമ്മുടെ നാട്ടിൽ വേറെ തിരിച്ചുണ്ടാവും. ഇവിടെ അങ്ങനെയാണ്. ബട്ട് ലുക്സ് നൈസ്. എന്തൊക്കെയുണ്ട്? എനിക്ക് തോന്നുന്നു മറ്റേ പാർക്കിൽ കയറാൻ പറ്റാത്തവർക്ക് ഇവിടെ കയറാം എന്നുള്ള മൂടായിരിക്കും. ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന നമുക്ക് അങ്ങനെ എടുക്കാം. നമുക്ക് ആ ലൈറ്റ് ശ്രദ്ധിക്കും. നമുക്ക് എങ്ങോട്ടൊക്കെ പോയി നോക്കി. അവിടെ എന്തൊരു ഡേറ്റിംഗ് നടക്കുന്നുണ്ട്. ഇത് കറക്റ്റ് തന്നെ സ്ഥലം കണ്ടുപിടിച്ചു. ഇനി സൗദി അറേബ്യയിലുള്ളവർ ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ check out guys. Do check out. This is nice for if you are couple, then come here. This is nice. അതെന്തത്? ലാസ്റ്റ് എവിടെയും താന്നു പോകുമോ? എനിക്ക് തോന്നുന്നു ഇതെന്തോ വെള്ളമായിരിക്കും. വെള്ളമാണോ? ഇവിടെ നിന്ന് വെള്ളം വരാൻ ചാൻസില്ല. അല്ല, മഴയുള്ള സമയത്ത് ഇത് വെള്ളമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ കാണുന്നു മാനേജർ സ്കോറൊക്കെ പോലെ. ഇപ്പം ചിലപ്പോൾ വെള്ളം ഇല്ലാത്ത സാഹചര്യത്തിൽ ശരിയാ, ഒരു കുളം പോലെ ഉണ്ട്. വെള്ളം ഒഴിച്ചു. എനിക്കറിയാം എവിടെന്നെങ്കിലും മറ്റേ ചതുപ്പ് പോലെ താന്നങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല. ഇതാ രണ്ടുപേരും ഒരുമിച്ച് താന്നുപോയാലോ? സ്വിമ്മിംഗ് പൂളാന്നൊക്കെ ആരെങ്കിലും വന്ന് രക്ഷിക്കും. പേടിക്കണ്ട. അറിയില്ല മോനെ. അവിടെ മറ്റേ വോളിബോളിൽ നമ്മൾ കണ്ട ഡാൻസ് ഇല്ലേ? ആ ഡാൻസ് ഉണ്ട് തോന്നുന്നു. കുറച്ച് ഒച്ചയും കൂടി പാട്ടൊക്കെ. ഇതൊക്കെയാണ് പാട്ട്. നമുക്ക് പാട്ട് പാടി കൊടുക്കാം. ഇവരെ കൾച്ചർ അങ്ങനെയാണ്. പിന്നെ നമ്മളെ കുറ്റം പറയാൻ പാടില്ല. കാരണം നമ്മളിതായിട്ട് ചിലപ്പോൾ അവരങ്ങനെ പറയും. എനിവേയ്സ്, ഇവിടെ പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കാൻ മാത്രം ഒന്നുമില്ല. അപ്പോൾ ബൈ. ഇനി എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ എടുക്കാം. ഇനി അടുത്തൊരു പാർക്ക് കാണുമ്പോൾ ഞങ്ങൾ വീണ്ടും നമ്മൾ ആ പാർക്കിൽ നിന്ന് നമ്മളൊരു തീരുമാനം എടുത്തു. നമ്മൾ തീരുമാനം എടുത്താലാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ലൊക്കേഷൻസ് നോക്കിയപ്പോൾ ഇത് ബത്ത അടുത്താണെന്ന് കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ ബത്തയിലൊരു ലുലു ഉണ്ടെന്ന് കണ്ടു. ആ ലുലു തേടിയാണ് ഇവിടെ എത്തിയത്. പക്ഷേ മാപ്പ് പറയുന്നു ലുലു എത്തിയെന്ന്. സ്റ്റിൽ ഞങ്ങളിപ്പോൾ എന്തൊക്കെയോ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. യെസ്, നമ്മളിതുവരെ കണ്ടിട്ടില്ല ലുലു ഏതാണെന്നുള്ളത്. അതൊന്ന് കണ്ടുപിടിക്കലാണ് നെക്സ്റ്റ് ടാസ്ക്. കറങ്ങിയെടുത്ത് കൂടെ തന്നെയാണോ വീണ്ടും വീണ്ടും കറങ്ങുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അത്രയും കറങ്ങി ഗൈസ്.
ഇവിടെ എവിടെയും പക്ഷേ ആ ഒരു സിമ്പിൾ കാണുന്നില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാതെ ലുലുവിൻ്റെ സിമ്പിള് ഇതിന് മുകളിലുണ്ട്. ഹൈറ്റില്ലാത്തോണ്ട് കുട്ടി കാണാൻ പറ്റില്ലേ. ഇവിടെ കയറിക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണെന്ന് കണ്ടു. ഈ മാള് ഞങ്ങൾ കണ്ടു. മാളല്ല, എന്തോ ഒരു ബിൽഡിംഗ് ഇത് ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷേ ലുലു ഏതാന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എനിവേസ് ഇപ്പോൾ കണ്ടുപിടിച്ചു. നമ്മളിതിനുള്ളിലേക്ക് കയറാണ്. പക്ഷെ നമ്മുടെ മറ്റേ മുറബ അവന്യൂ മോളിൻ്റെ അത്ര ഭംഗിയൊന്നുമില്ല. ആ, വലുപ്പമുണ്ട് കുറച്ചും കൂടി. ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലൊരു സ്പീഡുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യം കാണിക്കാം. ഇനിയിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഇവിടെ കുറേ അറബികൾ, ബംഗാളികൾ, അങ്ങനെ പറയാൻ പാടുള്ളൂ, അറിയില്ല, എനിക്കറിയില്ല കേട്ടോ. ക്ഷമിച്ചേക്കൂ. ബംഗാൾ സഹോദരങ്ങൾ ഞങ്ങളെ കാണുമ്പോഴേക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ ഭക്തരിയായുണ്ട്. പക്ഷേ വേറൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ലുലു കണ്ടുപിടിക്കണം. ഇവിടെ മറ്റേ മുറബ ലുലു പോലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടോയെന്നറിയില്ല. ഇത് യൂസഫിന് കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഫുഡ് കഴിക്കുന്ന ലൊക്കേഷൻ എവിടെയാണ്? യൂസഫിനക്കതില്ലേ പണിയുന്നത്? എങ്ങാനും ഞങ്ങൾ വൈറലായാലോ. 5 വ്യൂസുണ്ട്, 10,000 വ്യൂസുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്താ, എനിക്ക് നമ്മൾ മനസ്സിലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ ഫുള്ള് ഈ ജനിച്ചറ സാധനങ്ങളുള്ളൂ. അതാണ് എനിക്ക് മനസ്സിലാത്ത കാര്യം. എനിക്ക് തോന്നേ ലുലു മുകളിലാണ് കേട്ടോ. ഇത് ഫുൾ താഴെ ഫുൾ ഒരേ ഏരിയാസ് ആണ്. അതെ, മുകളിലാണ് ലുലു ഹൈപ്പർ. എൻ്റെ നിഗമനങ്ങൾ. അല്ലെങ്കിൽ വഴി പറയാൻ അധീനം കഴിഞ്ഞിട്ട് ഞാൻ മേലേക്ക് പോകണ്ട, നാളെ തന്നെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ പാവുഭാജിക്ക് പോലത്തെ എന്തൊക്കെ ഉണ്ട്. ഇതൊരു ഡൽഹി, എനിക്കൊരു മിനി ഡൽഹി ഇവര് ഇതിനുള്ളിൽ ഉണ്ടാക്കി വെച്ചാൽ തോന്നുന്നു. അങ്ങനെയും പറയാം. ഷോ അച്ഛൻ കാണാൻ നല്ല ഭംഗിയല്ലേ അവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ ആരും ഇവിടെ പോകുന്നില്ല. പിന്നെ മെയിൻലി ഇവിടെ ഞാനിപ്പോ മറ്റേ ഇതും കൂടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ട്രൈപോഡുകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വീഡിയോയിലേക്ക് വരും. വേണേ ആരെങ്കിലും വന്നിട്ട് നമ്മളെ വല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വരും. നമ്മളിവിടെ എത്തി നമ്മളിവിടെ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് മോള്. കണ്ട ഗൈസ്, അങ്ങനെ അൽബത്തയിലാണുള്ളത്. ലുലുവിന് കയറി നമ്മുടെ ഉദ്ദേശിച്ച സാധനം നടന്നില്ല. ഫുഡ് കഴിക്കാനാണ് വലിയ കാര്യത്തിൽ ചാടിക്കറി ചെന്നത്. പക്ഷേ ഫുഡ് കഴിച്ചില്ല. പകരം എന്തൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അല്ലേ, ഇതങ്ങനെയാണല്ലോ. ഇതുണ്ട. പിന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് ബസ്സോ ട്രെയിനോ എന്തെങ്കിലും കയറിയിട്ട് നേരെ മുറബ ലുലു പോകുന്നു. അതായത് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നു. ഇപ്പം നമ്മുടെ നാട്ടിലല്ല ഉള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്വർഗത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. നമ്മളെ സ്വന്തം കോഴിക്കോട്. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഒരു പറയുകയാണെങ്കിൽ ഒരു ഡൽഹി സ്ട്രീറ്റിൻ്റെ ഒരു വൈബുണ്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാലും ബത്തേൻ്റെ കുറച്ചും കൂടെ ബെറ്റർ വേർഷനാണിത്. ശരിക്കുള്ള ബത്ത അപ്പുറത്തല്ലേ നേരത്തെ കണ്ട, ഇത് കുറച്ചുകൂടെ നല്ലൊരു ഏരിയ. ഫോൺ പെട്ടെന്ന് അവിടെ തിരിക്കാൻ പറ്റില്ല, അത് പ്രശ്നം. ഒരു ചേട്ടൻ നന്നായിട്ട് ചില്ല് ചെയ്ത് സൈക്കിളിൽ പാട്ടൊക്കെ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ഓക്കെ, അപ്പം ഞങ്ങളാണെങ്കിൽ ബസ് സ്റ്റോപ്പോ ട്രെയിൻ സ്റ്റോപ്പോ എന്തെങ്കിലും കണ്ടുപിടിക്കട്ടെ. ഇവിടുത്തെ ഒരു കാര്യം പറയട്ടെ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഏത് വഴിക്ക് പോയാലും ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടാവും. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കും, നമ്മളൊന്നും അങ്ങോട്ട് പറയണ്ട, അവരിങ്ങോട്ട് മലയാളത്തിൽ എന്തെങ്കിലും പറയും. ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ഏതോ ഒരു ചേട്ടൻ വന്നിട്ട് പറ്റിയ സ്ഥലമാണ് ഷൂട്ട് ചെയ്യാൻ, ബത്താണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബത്ത കുറച്ച് റിസ്ക് ആണെന്നാണ് ഇവിടെ പൊതുവേ ഉള്ളൊരു പറച്ചിൽ. ഇവിടെ പോയി സാറെ കട്ടുകൊണ്ട് പോയി. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ ബാക്കി ഷൂട്ടിങ് എന്നിട്ട് ചെയ്യാം.
ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഞങ്ങൾ നല്ല അസലായിട്ട് പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, പെട്ടു. നമ്മൾ എവിടെയാണ് ലാസ്റ്റ് നിർത്തിയത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും മറ്റേ പാർക്കിലാണ് നിർത്തിയത്. അതായത് നിങ്ങളെ ഫ്രീ ആയിട്ട് ലുലുവിൽ കയറി നമ്മള്. ലുലുവില് കയറി ലുലു കാണിച്ച. ലുലുവിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ബത്തയിലായിരുന്നു എത്തിയത്. ബത്ത നോട്ട് ദാറ്റ് മച്ച് സേഫ് ഏരിയ, അത്ര നല്ലൊരു ഏരിയ അല്ല എന്നാണ് ഇവിടെ റിയാദിലുള്ളവർ പൊതുവെ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ബത്തയ്ക്ക് പോയതല്ല, എങ്ങനെയാണ് പെട്ടുപോയതാ. ഈ പറഞ്ഞ പാർക്ക് ശരിക്കും ലൊക്കേറ്റ് ആയിട്ടുള്ളത് ഈ ബത്തയിലാണ്. ബത്തയിൽ തന്നെയാണത്. അവിടുന്ന് കാരണം അവിടുന്ന് 20 minutes നടന്നാൽ നമ്മൾ ലുലുവിലെത്തിയിരുന്നു. അപ്പം നമ്മൾ ബത്തയിൽ തന്നെയാണുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ലുലുവിൽ കയറാൻ. ലുലുവിൽ തന്നെ എന്തിനാ, ഫുഡ് കഴിക്കാനാണ് മെയിൻ ഉദ്ദേശം ലുലുവിൽ കയറാന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അവിടെ ഫുഡ് കോർട്ടൊന്നും ഇല്ല. ജസ്റ്റ് ഒരു മോളിൻ്റെ അകത്ത് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അവരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഉണ്ട്, മറ്റേ മൊബൈൽ സർവീസസും അങ്ങനത്തെ കുറച്ച് സ്റ്റോർ ഉണ്ട്, വേറെ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഒക്കെ ഓക്കെ ആയിരുന്നു, അവിടെ വരെ ഓക്കെ ആയിരുന്നു. തിരിച്ചിറങ്ങി നോക്കിയപ്പോഴാണ്, ഞാൻ കാർഡ് എടുത്തിട്ടില്ല കാരണം നമ്മൾ അവിടേക്കല്ലല്ലോ പോയിരുന്നു, ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഫോണും കൈ പിടിച്ചിറങ്ങിയതാണ്. അപ്പോൾ കാർഡില്ല. അപ്പം അതിൻ്റെ അടുത്ത് ഓൾറെഡി 2 കാർഡ് ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ധൈര്യം. 2 കാർഡ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ബസ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് അങ്ങേരെങ്ങാനും കയറി വന്നാലും കാർഡ് 2 ഉണ്ടല്ലോ, ടാപ്പ് ചെയ്താൽ മതിയല്ലോ. അതങ്ങനെ ഞാൻ വിചാരിച്ചത്. പക്ഷെ 150 ലൈനാണ് ഞങ്ങൾക്ക് ഇവിടെ നാഷണൽ ഗാർഡ് ഹൗസ് അവിടേക്കുള്ള ഇങ്ങോട്ടുള്ള റൂട്ട്. പക്ഷെ 150 ലൈൻ കാണില്ല. ഇവിടുത്തെ മെയിൻ പ്രശ്നം അതാ, ഒരു ആ റൂട്ടിലേക്കുള്ള ബസ് എല്ലാ സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആ ബസ് സ്റ്റോപ്പ് തപ്പി പോകണം. പക്ഷെ അവിടെ അടുത്തൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ മെട്രോ പോയപ്പോൾ മെട്രോയിൽ ടാപ്പിംഗ് വർക്ക് ചെയ്യുന്നില്ല ഒരു കാർഡ്. അപ്പം ഞങ്ങൾ തിരിച്ച് നടന്ന് കുറച്ച് കഴിഞ്ഞ് എത്തിയപ്പോഴാണ് മനസ്സിലായത് വേറെ വഴിയില്ല. അപ്പം ഞങ്ങളൊന്ന് സ്റ്റെക്കായി. പിന്നെയാണ് എനിക്ക് പോകുന്ന വഴിക്ക് എല്ലാവരും ഈ ടാക്സിക്കാർ ഫുള്ളി ഞങ്ങൾ വരുന്നു വയ്ക്കുന്നത്. നമുക്ക് അത്രയും സേഫായിട്ട് തോന്നിയില്ല. അങ്ങനെ അതിന് തന്നെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. പക്ഷേ ആ സമയം ഞങ്ങൾ ചിന്തിച്ചില്ല. പക്ഷെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത് നിങ്ങൾക്കറിയാലോ, നമ്മൾ 7 മണിക്കും 7:30ക്കും എങ്ങാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് 7:30-നുള്ളിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ തിരിച്ചെത്തിയപ്പോൾ ഇപ്പോൾ സമയം 12 സംതിങ് എന്തോ ആയി. അതായത് ഒരു 11 മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾ മെട്രോയിൽ കയറി നോക്കി. മെട്രോ ഉണ്ടെന്ന് നമുക്ക് ഗൂഗിൾ മാപ്പിൽ കണ്ടു. അപ്പോൾ മെട്രോയിൽ നോക്കിയപ്പോഴും കാർഡ് 2 വെച്ചാൽ 2 കാർഡ് ഉണ്ട്, പക്ഷെ ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല. എന്തിനാണോ ആ കാർഡ്. രണ്ടാമത്തെ കാർഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കി, ടിക്കറ്റ് എടുക്കാൻ നോക്കി. പക്ഷെ ടിക്കറ്റിന് അതിലും ഭേദം ഞങ്ങൾ ഊബർ വിളിക്കുന്ന 30 റിയാൽ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുന്നതിലും ബെറ്റർ. അതെ, 4 റിയാലിന് ടാപ്പിങ്ങിൽ കിട്ടുമായിരുന്നു. പക്ഷേ അതിൻ്റെ കഥ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നമുക്ക് അതെനിക്ക് തോന്നുന്നു 1 ഡേയിലുള്ള കാർഡാ. എത്ര അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് അങ്ങനെ ആയിരിക്കണം ട്രാവൽ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം എന്തായാലും അങ്ങനെ അദീനേൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. പിന്നെ ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ്. എല്ലാവരെയും വിളിച്ചു, എല്ലാവരെയും അറിയിച്ചു. നാണം കിട്ട് പണ്ടാറടങ്ങി. അതാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ആരുടെയൊക്കെ ശാപോ, ആരുടെയൊക്കെ ചീത്തവിളിയോ ഒക്കെ കേട്ടു. കാരണം ബത്ത് അത്ര സേഫ് അല്ല, അവർ നമ്മളെ സേഫ്റ്റിയാണ് നോക്കിയത്. അപ്പോൾ അത്രയും സേഫ് അല്ല, എന്തിനാ അങ്ങോട്ട് പോയത്? ഞങ്ങൾ അങ്ങോട്ട് പോയതല്ലല്ലോ, നിങ്ങൾക്കറിയാലോ. അങ്ങോട്ടേക്ക് നമ്മൾ ബത്തയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്ത് പോയതാണോ? അല്ലല്ലോ. അങ്ങനെ എന്തായാലും അവസാനം ഉറങ്ങിക്കിടന്ന അതിനെൻ്റെ ഇപ്പോൾ ആ ഒരു ഫ്രണ്ടിനെ വിളിച്ച്, അവർക്കാണ് നാളെ വർക്ക് ഉണ്ടായിരുന്നു. മോർണിംഗ് 6 മണിക്ക് എന്തോ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങുന്നിടത്ത് വിളിച്ചു. ഞങ്ങൾ പിന്നെയാണ് ടൈം നോക്കുന്നത്, 11:30 ആയി എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. അതിനെന്തായാലും പാവം ആ ചെക്കൻ വന്നു, ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് കമ്പനി മൊത്തറിഞ്ഞു. ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം അതാണ്, ഞങ്ങളുടെ കമ്പനി മൊത്തറിഞ്ഞു. 2 പേരെ ഞങ്ങൾ വിളിച്ചുള്ളൂ, മതിയല്ലോ. മൊത്തത്തിൽ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നാമത് ഞങ്ങൾ 2 ഗേൾസ് എന്തോ ഉള്ളൂ ഓഫീസിൽ. ആകെ ഉള്ളത് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് അബദ്ധം പറ്റിയാലും എല്ലാവരും അറിയും ഗൈസ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ഒരു വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾക്ക് ഇങ്ങനെ ബസ് മാറിപ്പോലെ, സ്റ്റേഷൻ മാറിപ്പോലെ, ഇതൊക്കെ ഞങ്ങളുടെ ഒരു ശീലമാണ്. ഞങ്ങൾ 2 പേര് എങ്ങോട്ട് ഇറങ്ങിയാലും ഇതാണ് പ്രശ്നം. അല്ലാതെ ഞങ്ങൾ കുറച്ച് കൂട്ടമായി ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റാറില്ല. കാരണം നമ്മൾ നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് അബദ്ധം മാത്രമേ പറ്റുന്നുള്ളൂ. എന്താണെന്നറിയില്ല, സമയം അങ്ങോട്ട് ശരിയാവായിട്ടാണ്. ഈ സമയത്തിന്റെ പ്രശ്നമല്ല, കാരണം നാട്ടിൽ നിന്നും ഞങ്ങൾക്ക് ഇതേ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അതെ,
ട്രെയിൻ മാറിപ്പോയി. നാട്ടിലെ ഇന്ത്യൻ റെയിൽവേയിൽ കയറിയിട്ട് ട്രെയിൻ മാറിപ്പോയിട്ട് അല്ല അത് പറഞ്ഞ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയതാ. നമ്മളെ ഓഫീസിൽ തന്നെയുള്ള നാട്ടിലെ ഓഫീസിലുള്ള ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയി. അപ്പൊ തിരിച്ച് നമ്മൾ രണ്ടുപേരും മാത്രമേ നേരത്തെ നമ്മൾ പെട്ടെന്ന് വീട്ടിലെത്തും. നമ്മൾ നല്ല കുട്ടികളാണല്ലോ പോയത്. 6 മണിക്ക് മുന്നേ വീട്ടിൽ കയറാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ കാലത്ത് ഇറങ്ങി. ബാക്കിയുള്ളവർ ലേറ്റ് ആയിട്ട് അവർ ഇറങ്ങുള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ശരി വേഗം പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങി. 5 മണിക്ക് എന്തോ 5 മണിക്ക് 6 മണിക്കുള്ള ട്രെയിനിനാണ് ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചത്. ബാംഗ്ലൂരേക്കുള്ള വെച്ചാൽ കണ്ണൂരാണ് ഞങ്ങൾ പോയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കയറി കോഴിക്കോടേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ ബാംഗ്ലൂരേക്ക് പോകുന്ന ട്രെയിനിലാണ് ഞങ്ങൾ കയറാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ കയറിയതും ബാംഗ്ലൂരേക്കുള്ള ട്രെയിനിൽ തന്നെയാണ്. പക്ഷെ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. മംഗലാപുരം വഴി മറ്റേ ട്രെയിൻ എന്നാൽ നമ്മുടെ കോഴിക്കോട് വഴി പോകുന്ന ട്രെയിൻ. അത് 6 മണിക്കുള്ള ട്രെയിൻ 5 മണിക്ക് എടുത്തപ്പോ ഞങ്ങള് ട്രാക്ക് മാറ്റിയിടേ. പക്ഷെ നമ്മളീ പറഞ്ഞ നമ്മുടെ വെറിസ്മേ ട്രെയിനിൽ നോക്കിയാലും ഇതില് കാണിക്കില്ലല്ലോ. അങ്ങനെ തൊട്ടടുത്തേക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു നെക്സ്റ്റ് ഇല്ല, ഞങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചു നെക്സ്റ്റ് സ്റ്റോപ്പ് ഏതാ ചേട്ടാ? അപ്പൊ ചേട്ടൻ അതെ ചേട്ടാ പയ്യന്നൂര്. ഓക്കേ ചാടി ഇറങ്ങി പയ്യന്നൂര് പോയി ഇറങ്ങി. ഞങ്ങളാണെങ്കിൽ മേലത്തെ ബർത്തിലൊക്കെ കയറി സെറ്റ് ആയിട്ടിരുന്ന സീറ്റൊക്കെ കിട്ടി. ജസ്റ്റ് ഞങ്ങൾ ഓടി ട്രെയിനിൽ കയറുന്നു, നേരെ മുകളില് ബർത്തിൽ കയറിയിരിക്കുന്നു. നമുക്ക് സാധാരണ നമ്മള് ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ നമുക്ക് സീറ്റൊക്കെ കിട്ടിയോ സെറ്റ് ആണെന്നൊക്കെ. നല്ല തിരക്കുമായിരുന്നു. ആ ട്രെയിൻ നല്ല തിരക്കായിരുന്നു. എല്ലാവരും നിൽക്കായിരുന്നു. ഞങ്ങൾ മുകളിൽ ബർത്തിൽ കയറിയിരുന്നു. ഇരുന്ന് നല്ല സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇരുന്ന് ട്രെയിൻ അനങ്ങിയപ്പോഴാണ് എന്താ 6 മണിക്ക് എടുക്കേണ്ട ട്രെയിൻ ഇപ്പോഴേ എടുക്കുന്നത് 5 മണിക്ക് എടുത്തു. 1 hour നേരത്തെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് ഞങ്ങൾക്ക് അവിടെ തുടങ്ങിയതാ ഞങ്ങളുടെ അബദ്ധങ്ങൾ. അതിവിടെ സൗദി വരെ അബദ്ധങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ പരിപാടി അവതരിപ്പിച്ചല്ലോ ഇതേ അവസ്ഥ. അന്ന് ബസ് മാറി കയറി ഇവിടെ സൗദിയിൽ എത്തിയപ്പോ തുടങ്ങിയ ഫസ്റ്റ് ട്രിപ്പ് എന്റെ അബദ്ധമായിരുന്നു. പക്ഷെ അതൊക്കെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഇത് ലേറ്റ് ആയി പോയി. പിന്നെ സ്ഥലം അത്ര നല്ലതല്ലായിരുന്നു. അതാണ് പിന്നെ വേറെ ഒന്നും നോക്കാണ്ട് ഉറങ്ങുന്നവരാണെങ്കിലും വിളിച്ചെഴുന്നേപ്പിക്കേണ്ടി വന്നത്. സേഫ് ആയിട്ട് എത്തി. ഞങ്ങളെ പ്ലാനിൽ ഒറ്റ പ്ലാൻ പോലും നടന്നില്ല. അറിയാലോ, അൽവദൻ പാർക്ക് പോയി, അത് കയറാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു പാർക്ക് പോയി. ഭാഗ്യത്തിന് ആ പാർക്ക് കുറച്ച് ലൈറ്റ് ഇല്ലാതെ ഉള്ളൂ. ലുലുവിൽ ഫുഡ് കഴിക്കാൻ പോയി. ലുലുവിൽ ഫുഡ് ഉണ്ടായിരുന്നില്ല. ലുലുവിൽ അബായ കിട്ടുമോ നോക്കി, അത് കിട്ടിയില്ല. തിരിച്ചു അനാവശ്യമായിട്ട് അവിടെ നിന്ന് എന്തോ ഫുഡ് വാങ്ങിച്ചു. ഫുഡല്ല, എന്താ ഒരു മീൻ വാങ്ങിച്ചു. എന്താ വത്തക്ക വാട്ടർമെലൺ. സോറി ഗൈസ്. അവിടുന്ന് ആ ചേട്ടൻ്റെ അടുത്ത് കിട്ടിയായിരുന്നു. അവിടെയും ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ വീഡിയോ എടുത്ത് നമുക്ക് വ്ളോഗ് ഇടണല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് ഒരു ചേട്ടൻ എവിടെ നിന്നോ വന്നിട്ട് നല്ല പറ്റിയ സ്ഥലം, ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം, എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മയില്ല. എന്തായാലും അവിടുന്നും അങ്ങനെ കേട്ടു. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഇറക്കം അത്ര നന്നതായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ ഒരു മെമ്മറിയാണ്. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മെമ്മറീസ് ആയി പോയി. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു. അതാണ് ഞങ്ങൾക്ക് ഒരു വിഷമമായിട്ടുള്ളത്. അതൊരു പ്രശ്നമാണ് ശരിക്കും. കാരണം വേറെ എല്ലാം നമുക്ക് സഹിക്കാം. നമുക്കും വണ്ടിയില്ല. ഞങ്ങൾക്ക് ഇവിടെ ലൈസൻസ് എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഓടിക്കറിയാത്തോണ്ട് പിന്നെ ലൈസൻസ് ഇല്ല. പക്ഷെ വേറെ വഴിയില്ല. ഇപ്പൊ ഞങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത് ഓഫീസ് ഇവിടെ അടുത്താണ്. പിന്നെ ഇങ്ങനെ പുറത്തു പോകുന്നതിനൊക്കെ. അല്ല, അത് മാത്രമല്ല, എനിക്ക് ഇവിടുത്തെ ഡ്രൈവിംഗ് കുറച്ച് പേടിയാ. ഭയങ്കര സ്പീഡും. നമ്മുടെ നാട്ടിലത്തെ നാട്ടിലത്തെ ഡ്രൈവിംഗ് അത് വേറെ കാര്യം. എന്നാലും നാട്ടിലത്തെ നമ്മുടെ ബൈപ്പാസിന് പോകുന്നതും ഇവിടുത്തെ റോഡിന് പോകുന്നതും തമ്മിൽ നല്ല ഇവിടുത്തെ റൂൾസും കാര്യങ്ങളും. ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 1 month സാലറി ഒക്കെ ചിലപ്പോ. അതാണ് ഇവിടുത്തെ സീൻ. അപ്പൊ നമ്മള് എടുക്കുമ്പോ വൃത്തിക്ക് പഠിച്ചിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ അതല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ പോകുന്ന അത്യാവശ്യങ്ങളേ ഉള്ളൂ. അത് ഇവിടെ മെട്രോ ഉണ്ട്, ബൈ ബസ് ഉണ്ട് എന്നൊക്കെ. അതുകൊണ്ട് ഇത് ഈദായതുകൊണ്ടാണ്, ഈദ് വെക്കേഷൻ ആയതുകൊണ്ട് ആണ് ഭയങ്കര റഷും. ഞങ്ങൾക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര വിഷമം ഇല്ലായിരുന്നു. പക്ഷെ ഒരാളെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോ, ഉറങ്ങുന്നിടത്തുനിന്ന് നാളെ വർക്കുള്ള ഒരാളെ ബുദ്ധിമുട്ടിച്ചു. അതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. ആള് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കാണണ്ട, മാപ്പ് പറയും. എനിക്ക് മാപ്പ് പറയാൻ പറ്റുള്ളൂ. ഇത്ര ഒഫീഷ്യലി ഞങ്ങൾ ആരോടും മാപ്പ് പറയേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ ഞങ്ങള് പബ്ലിക്കലി മാപ്പ്
മതി ഗൈസ്, ഇതെനിക്ക് എന്തായാലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. 9 മിനിറ്റ് 10 മിനിറ്റ് നമ്മുടെ ബ്ലോഗ് ഇതെന്തായാലും അധിക പേരൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ വലിയ ഇഷ്യൂ ഇല്ല. ഇത് ഞങ്ങളൊരു മെമ്മറീസിന് വേണ്ടി എടുക്കുന്നത്. ഇനി അഥവാ റീച്ച് ആയാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, റീച്ച് കൂട്ടിക്കോളൂ. പക്ഷേ ഇതൊരു മെമ്മറീസ് ആണല്ലോ. ഇപ്പൊ ഞങ്ങൾക്ക് നമ്മുടെ ഒരു ലൈഫ് എന്തായാലും ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പൊ ഞങ്ങളൊന്ന് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നു, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ എത്ര കാലം ഇവിടെ ഉണ്ടാവുന്നു, എത്ര കാലം ഇവിടെ വർക്ക് ചെയ്യുന്നു ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ദീർഘകാലം ഉണ്ടാവും, ചിലപ്പോൾ അത്രയും കാലം ഉണ്ടാവില്ല. അപ്പോൾ അൺപ്രഡിക്റ്റബിളായ ലൈഫ് ഞങ്ങളൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു വ്ളോഗിൻ്റെ കാര്യത്തിലേക്ക് കിടന്നത്. കുറെ കാലം കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും, ഇത് ചിലപ്പോൾ എന്നെ ഇട്ടിട്ട് പോയാലും ശരിയാ. എനിക്കെടുത്ത് കാണാനെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ചു പോവാം, ചിലപ്പോൾ പറയാൻ പറ്റില്ലേ. ഞാൻ ഇവിടെ കാലാകാലം ഇവിടെ സെറ്റിലാവുമെന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ രണ്ടുപേരും പോകുന്നോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയും കാലം മാക്സിമം ഈ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവന്നെ. പൈസ ഇല്ലെങ്കിലും നിങ്ങൾ വ്ളോഗിനൊരു കുറവ് വരുത്താറില്ല. ട്രൈപോഡൊക്കെ ഉണ്ട്, യൂസ് ചെയ്യാൻ പറ്റില്ല ട്രൈപോഡൊന്നും. ഇന്ന് ട്രൈപോഡും കൂടി എടുത്ത് പോയിരുന്നെങ്കിൽ സൂപ്പറായി. അതെ, അതിൻ്റെ ഒരു കുറവുണ്ട്, അതുകൂടി കണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളൊരു ഫ്രണ്ട് ഉള്ളതും നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. അതെ, ഈ അവസരത്തിൽ ഞങ്ങൾ അതിനുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് മൈൻഡിൽ ഒരുമാതിരി പോയി. അതിന്റെ ഒരു വേണ്ട നമ്മൾ പോയ ഒരു ചിരി വൈബ് അല്ല തിരിച്ചു വന്നപ്പോ. അച്ഛാ, ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെന്നെ അത് മാനേജ് ചെയ്യാൻ നമുക്ക് തന്നെ കുഴപ്പമില്ല. കാരണം രണ്ടുപേർക്കാണെങ്കിലും ഇപ്പൊ അങ്ങനത്തെ അയ്യോ നീ അങ്ങനെ ചെയ്തില്ല അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഇഷ്യൂ കാർഡ് എടുത്തില്ല, അതൊരു ഭയങ്കര ഇഷ്യൂ ആയിപ്പോയി. കാരണം എവിടേക്കെങ്കിലും പോകുമ്പോൾ ഞാൻ പൊതുവേ കാർഡ് എടുക്കാറുണ്ട്, പക്ഷെ ഇന്നിപ്പോ ജസ്റ്റ് ഇറങ്ങുകയെന്ന് വിചാരിച്ചിട്ട് കാർഡ് എടുത്തില്ല. പക്ഷെ അതൊരു ഇറങ്ങിയതായിരുന്നു. അതെ, പക്ഷെ അതൊരു വൻ നഷ്ടമായി പോയി. സാരമില്ല, ഇതൊരു മെമ്മറീസ് ആണ്. പിന്നെ യദുവിന് പിന്നെ അതിന് ഫ്രണ്ട് ഉണ്ട്, അവന് വേണമെങ്കിൽ എന്തെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ട്രീറ്റ് കൊടുക്കാം. ഇത് എന്തൊക്കെയാ വാങ്ങിച്ച് വെറുതെ ഒരു വത്തൊക്കെ മാത്രമേ വാങ്ങിച്ചുള്ളൂ, പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നാളെ എന്തെങ്കിലും, അതാണ് ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾക്ക് ആവശ്യം നോക്കി വാങ്ങണമെന്ന് ഞങ്ങൾക്കറിയില്ല, അനാവശ്യമായി പോകുന്ന വേറെ എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും, പക്ഷെ വാങ്ങിച്ചു വരുന്ന വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ഓരോ ടൈമിലിട്ട് നമ്മളെങ്ങനെയാണല്ലോ, ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം പോയതായിരിക്കില്ല, ഇവരിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞു പിള്ളേരെ മിഠായി കണ്ടിട്ട് വാങ്ങിക്കുന്നത് പോലെയാണ് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇത് വാങ്ങിക്കുന്നത്. നമ്മളെന്താ ലുലുവിൽ കയറുമ്പോൾ തന്നെ ശരി ഒന്നും വാങ്ങിക്കുന്നില്ല എന്ന് വെച്ചിട്ട് ബാസ്ക്കറ്റ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ പിന്നെ പോയി ബാസ്ക്കറ്റ് എടുത്തു. അതാണ് അവസ്ഥ. അപ്പം ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങളുടെ സ്ഥിതി. ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടും നമ്മൾ കുറച്ചൊന്ന് കരുതേണ്ടിയിരിക്കുന്നു. പിന്നെ സാലറി ഒക്കെ കൃത്യമായി കിട്ടുന്നതുകൊണ്ട് അല്ല. പിന്നൊരു കാര്യം, ഇനിയിപ്പോൾ വീണ്ടും 8 മണിക്ക് തന്നെ ഞങ്ങൾക്ക് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യും. ടൈമൊക്കെ മാറി അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഫ്രൈഡേ സാറ്റർഡേ 2 ദിവസം കിട്ടിയാലും 2 ദിവസം ഒന്നും ഇറങ്ങാനെന്നുള്ള മൂടൊന്നും ഉണ്ടാവില്ല. ഫുൾ വർക്കിംഗ് ഡേയ്സ് 10 hours ഒക്കെ വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ദിവസം കിടന്നുറങ്ങാന്നൊക്കെ തന്നെ ഉള്ളതായിരിക്കും. പിന്നെ ഏറി വന്നാൽ മാത്രമല്ല വീക്കെൻഡ്സിൽ എല്ലാ വീക്കെൻഡ്സും എന്തായാലും ലുലു വരെ പോകേണ്ടി വരും. അപ്പം പിന്നെ അതോട് കൂടി തന്നെ ബോറടി അവിടെ മാറിക്കോളും, പിന്നെ എവിടേക്ക് ഇറങ്ങൂല. അതെ, ഇനിയിപ്പോൾ ഇറങ്ങലും ഇതൊക്കെ ഇനിയിപ്പോൾ ചാൻസ് വളരെ വളരെ കുറവായിരിക്കും. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ, ഇങ്ങനെ ഓരോ മെമ്മറീസ് ഉണ്ടാക്കുക, നിങ്ങളെ അറിയിക്കുക, അതൊക്കെ തന്നെയുള്ളൂ. ഇനിയില്ല ഞങ്ങളുടെ വ്ളോഗ് മിക്കവാറും ഈ റൂമിനകത്തുള്ളതൊക്കെ തന്നെയായിരിക്കും. അതെ, കുറച്ച് കുക്കിങ്ങിലേക്ക് കടന്നാലോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് പറയാലോ. അല്ല, നമ്മുടെ ഉടായ്പ കുക്കിംഗ് ഒക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാം. യെസ്, എന്നാലും ഞങ്ങൾ സർവൈവ് ചെയ്യുന്നുണ്ട് ഗൈസ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ കുക്കിംഗ് ഒക്കെ ആയിട്ട് സർവൈവ് ചെയ്യുന്നുണ്ട്. ഓരോന്ന് പഠിക്കാമല്ലോ. ഗേൾസ് കുക്കിംഗ് അറിയാത്തവരാന്ന് പറയണ്ട, പഠിക്കാം, ഞങ്ങളെല്ലാം പഠിക്കും. ഞങ്ങൾ ഓൾ ഇൻ വൺ ആണ്, അറിയാലോ. അതെ, കുക്കിംഗ് അറിയാം, ജോലിക്ക് പോകുന്നു, ക്ലീനിങ്, മണ്ടത്തരങ്ങൾ കാണിക്കുന്നു, എല്ലാം ഉണ്ട്. ആകെ ഈ ചെറുപ്രായത്തിൽ എന്തൊക്കെയാ
വി ആർ പ്രൗഡ് ഓഫ് അവർ സെൽഫ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വലിയൊരു അബദ്ധം പറ്റി. വൺസ് അഗെയിൻ ഞങ്ങൾ ഒരു താങ്ക്സും പറയുന്നു, ഒരു സോറിയും പറയുന്നു. പറ്റിപ്പോയി. ഇനി എന്തായാലും ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. അതെ, 15 മിനിറ്റ് ഇത് ഞങ്ങളെ ഏറ്റവും ലോങ്ങസ്റ്റ്. കാരണം ബാക്കി പോയ വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ മിക്കവാറും ഇതൊരു ലോങ്ങസ്റ്റ് വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇരുന്ന് കാണാൻ മടിയാണെങ്കിൽ 2x ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളവർ കണ്ടോളൂ, കണ്ടിട്ട് കാണണ്ട. ഞങ്ങൾ ആരെയും നിർബന്ധിക്കൊന്നുമില്ല. കണ്ടിട്ടും കുഴപ്പമില്ല, അടിച്ചിട്ട് കൂടെ പോകും. ലൈക്ക് ഇട്ടോളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ ബൈ, സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.